ചില മനുഷ്യരുണ്ട് എല്ലാ കാര്യത്തിലും നമുക്കൊരു നെഗറ്റീവ് ഊർജം പകരും. അവർ ഒരുതരം ചൊറിയന്മാരുടെ സ്വഭാവം, ചൊറിയൻ പുഴുക്കൾ എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത്. മറ്റുള്ളവരെ അപഹസിക്കുന്നതിലും അവരെ ഇഴുത്തി കാണിക്കുന്നതിലും അവരെ പരിഹസിക്കുന്നതിലും ഒക്കെ ആനന്ദം കണ്ടുന്ന ഒരുതരം സൈക്കോകളാണ് ഈ കൂട്ടർ. ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കാൻ പോയാൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം പോയി കിട്ടും. നമ്മൾ പരമാവധി നെഗറ്റീവ് എനർജി തൂകുന്ന ആളുകളെ അകറ്റി നിർത്തുക, അതല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക. ഇവിടെയാണ് ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഗാന്ധിജിയുടെ തിയറി ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഓടി അകന്ന് കളയുക, മൈഗ്രേറ്റ് ചെയ്ത് കളയണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. കാര്യം നിങ്ങൾ നല്ല ഒരു മനസ്സോടെ അവിടെ പോയി നിന്ന് വളരെ പോസിറ്റീവായിട്ട് ചെല്ലുമ്പോൾ ഈ നെഗറ്റീവ് ഊർജ്ജം ഇങ്ങനെ തള്ളുന്ന ആൾക്കാരുടെ ഈ നെഗറ്റിവിറ്റി എല്ലാം കണ്ട് നിങ്ങൾ മനസ്സ് വല്ലാതെ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതെ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, ഗാന്ധിജിയുടെ പിന്നാലെ പോവുക. നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും എന്ന് മാത്രമല്ല, ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള നേരവും കിട്ടും. അപ്പം നിങ്ങളുടെ ചങ്ങാത്തമൊക്കെ ഈ ചൊറിയന്മാർക്കിടയിൽ ആകാതിരിക്കട്ടെ. നല്ല ഊർജ്ജത്തോടെ ജീവിതത്തിൽ വളരെ ഏറ്റവും വിലപ്പെട്ടത് സമയം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം ഇങ്ങനെയുള്ള ചൊറിയന്മാർക്ക് വേണ്ടി നഷ്ടപ്പെടുത്താതിരിക്കുക. അവരിൽ നിന്ന് ജീവിതം ഊരിയെടുക്കാൻ പഠിക്കുക. ജീവിതയാത്രയിൽ പല തിരിച്ചടികളും നേരിടാം. പക്ഷെ അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ചേ മതിയോ. ഓരോ ദിവസവും വലിയ വെല്ലുവിളിയും മഹായുദ്ധങ്ങളുമാണ് ചില മനുഷ്യർക്ക്. പക്ഷെ ഓരോ ദിവസവും ആ മഹായുദ്ധങ്ങളെ വിജയിച്ചു കഴിഞ്ഞ് സുഖമായി ഉറങ്ങുമ്പോൾ ചെയ്ത യുദ്ധം ഒരു തമാശയായി. എത്ര തവണയും നമ്മൾ വീഴാം, പക്ഷേ